അസ്സലാമു അലൈക്കും. രാവിലെ പതിവ് പോലെ തിടുക്കപ്പെട്ട പണികൾക്കിടയിൽ സമദിൻ്റെ ഉമ്മ എന്ന് വിളി കേട്ടുകൊണ്ട് ഷാനി സിറ്റൗട്ടിലേക്ക് നടന്നു. കടയിൽ പോകാൻ നേരം യാത്ര പറയാനുള്ള വിളിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൾ അങ്ങോട്ട് ചെന്നത്. ഉമ്മ സെക്കീനെ വിളി കേട്ടുകൊണ്ട് റൂമിൽ നിന്ന് അങ്ങോട്ട് വന്നിരുന്നു. ഉമ്മാനോട് യാത്ര പറയുന്നതിനോടൊപ്പം ഷാനിയൊന്ന് നോക്കുമെന്നല്ലാതെ കൂടുതലായൊന്നും ഉണ്ടാകാറില്ല. എങ്കിലും ആ നോട്ടം കിട്ടാൻ വേണ്ടി അവൾ എന്നും അവൻ പോകാൻ നേരം അങ്ങോട്ടെത്തും. സിനിമകളിൽ കാണുന്ന പോലെ ഭാര്യയോട് യാത്രയും പറഞ്ഞ് നെറുകയിലെത്തി സ്നേഹചുംബനവും കൊടുത്ത് ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരെയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് വെറുതെയെങ്കിലും തൻ്റെ ജീവിതത്തിലും അതൊക്കെ ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. അല്ലെങ്കിലും അവളുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചിരിക്കുകയാണല്ലോ. സമദ് ബൈക്കിലേക്ക് കയറാൻ നിൽക്കുന്ന നേരമാണ് ഒരു കാർ അങ്ങോട്ട് വന്നത്. സമദിൻ്റെയും ഉമ്മയുടെയും ഷാനിയുടെയും ഒക്കെ നോട്ടം അങ്ങോട്ടായി. കാറിൽ നിന്നിറങ്ങുന്ന സാഹിറയും സാജിദയും മക്കളെയും കണ്ടപ്പോൾ സക്കീനയുടെ മുഖം പൂനിലാവിളിച്ചതുപോലെയായി. അവർ വേഗം മക്കളോടത്തേക്ക് ചെന്നു. സമദ് നിറഞ്ഞ ചിരിയോടെ അങ്ങോട്ട് നടന്നു. ഷാനി വാതിൽക്കൽ നിന്നും സിറ്റൗട്ടിലേക്ക് കടന്നു നിന്നു. മോനെ, ഈ ആ ടാക്സിക്കാരനൊന്ന് പൈസ കൊടുക്ക്, ഉമ്മ സമദിനോട് പറഞ്ഞപ്പോൾ അവൻ അയാൾക്കുള്ള പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ടു. അല്ല, നിങ്ങളെന്തൊന്ന് പറയപ്പോലും ചെയ്യാതെ വന്നേ, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരൂലായിരുന്നോ? സമദ് അവർ രണ്ടാളോടും പറയുന്നതിനോടൊപ്പം കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചു. ആ, കുട്ടികൾ 2 ദിവസമായി പറയണം ഇങ്ങോട്ട് വരണമെന്ന്. പിന്നെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ പിന്നെ ഈ ഇടയ്ക്കുള്ള വരവൊന്നും നടക്കൂല. അതുകൊണ്ട് 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാമെന്ന് ഓളോട് പറഞ്ഞപ്പോൾ ഇവളൊക്കെ പറഞ്ഞു. അങ്ങനെ കെട്ടിയവന്മാരോട് പറഞ്ഞ് വണ്ടിയും വിളിച്ച് ഇങ്ങോട്ട് പോന്നു. സാജിദ അവർ രണ്ടാളെയും നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. ആ, അതെന്തായാലും നന്നായി. ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറാൻ നോക്കി. ഉമ്മ അവരെയും വിളിച്ച് മുന്നോട്ട് നടന്നു. അല്ല സമദേ, അതിൻ്റെ പെണ്ണിന് ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. മുഖത്തൊരു തെളിച്ചില്ലാത്ത ചിരിയാണല്ലോ. അകത്തേക്ക് കടക്കും മുമ്പ് സാഹിറ ഷാനിയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും അവരെ നോക്കി പുഞ്ചിരിച്ചവളുടെ മുഖം പെട്ടെന്ന് മങ്ങിയിരുന്നു. അവളുടെ നോട്ടം ആ നിമിഷം തന്നെ സമദിന് നേർക്കായി. പ്രതീക്ഷിച്ച പോലെ അവൻ്റെ കൂർത്ത നോട്ടം അവൾക്ക് നേരെയായിരുന്നു. ഷാനിക്ക് സങ്കടം കൊണ്ട് ഒന്നും പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. വാക്കുകൾ കൊണ്ട് സമദിന് മുമ്പിൽ തനിക്കെതിരെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് അവർക്കൊരു ശീലമുള്ളതാണ്. അവർക്കതുകൊണ്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെയൊരു കാര്യം വെറുതെ പറഞ്ഞുണ്ടാക്കിയത് അവൾക്ക് ഉള്ളിൽ വലിയൊരു വേദനയായി. അല്ലെങ്കിലും ഓൾക്ക് ഓളെ പരിക്കാർ വരുമ്പോൾ മാത്രമേ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അറിയുള്ളൂ. ഉമ്മ അതിനോടൊപ്പം ഏറ്റുപിടിച്ചു. നിങ്ങൾ അകത്തേക്ക് ചെല്ലേ, ഇത് നിങ്ങളെ വീടാ. ഇവിടെ മറ്റുള്ളവരെ ഇഷ്ടമൊന്നും നോക്കേണ്ട ആവശ്യം ഇപ്പം നിങ്ങൾക്കില്ല. എനിക്ക് പോവാൻ സമയമായി ഷോപ്പിൽ. ഞാൻ നേരത്തെ ഇറങ്ങാൻ നോക്കാം. സമദ് ഷാനിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സാഹിറയോടും സാജിദയോടുമായി സൗമ്യമായി പറഞ്ഞ് ബൈക്കിൽ കയറിപ്പോയി. ഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ പെട്ടെന്ന് തന്നെ അത് തുടച്ചു മാറ്റി. അല്ല, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലമ്മ, കുട്ടികൾക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു, ഞങ്ങളും അതന്നെ കഴിച്ചു. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാകും, ഇല്ലെങ്കിലേ ഇവളുണ്ടാക്കിക്കോളും. നിങ്ങൾ വരി, നോക്കി നിൽക്കാതെ ഓർക്ക് എന്താ വേണ്ടത് വെച്ചാൽ എടുത്തു കൊടുക്കടി. സാഹിറയുടെ മകൾ നീയെ കൊഞ്ചിക്കുന്നതിനിടയിൽ ഷാനിയെ നോക്കി ഉമ്മ കടുപ്പിച്ച് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ആൺകുട്ടികൾ 3 എണ്ണവും ഈ സമയം TV-ക്ക് മുന്നിൽ കൂടിയിരുന്നു. കെട്ടിയന്മാരൊക്കെ വിളിച്ചിരുന്നടേ. ആ ഉമ്മ, ഞങ്ങളിന്ന് രാവിലെ പറഞ്ഞിരുന്നു രാവിലെ ഇങ്ങോട്ട് വരുമെന്ന്. സാഹിറയുടെയും സാജിദയുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണ്. സമദിൻ്റെയും ഷാനിയുടെയും വിവാഹത്തിന് ലീവിന് വന്ന് തിരിച്ചുപോയി. സാഹിറയും സാജിദയും കെട്ടിച്ചു വിട്ടത് 2 സ്ഥലങ്ങളിലേക്കാണെങ്കിലും 2 പേരും ഭർത്തൃ വീട്ടുകാരുമായി അത്ര ചേർച്ചയില്ലാത്തതുകൊണ്ട് രണ്ടാളും ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായി തൊട്ടുതൊട്ടായുള്ള 2 വീടുകൾ വെച്ച് അതിലാണ് താമസം. ഷാനി അടുക്കളയിൽ ചെന്ന് കഴിക്കാൻ ബാക്കിയുള്ളത് എടുത്തു നോക്കി. സമദിൻ്റെയും ഉമ്മയുടെയും അനീഫയുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിരുന്നു. സമദ് രാവിലെ ഷോപ്പിലേക്ക് പോകും മുമ്പേ അവനോടൊപ്പം തന്നെ ഉമ്മയും ഉപ്പയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്നാൽ ഷാനിക്ക് അതിനുള്ള സമയം കിട്ടില്ല. സക്കീനെ ഇരിക്കാൻ സമയം കൊടുക്കാറുമില്ല. അവൻ പോയതിനു ശേഷം ബാക്കി വന്നത് തിന്നാറാണ് പതിവ്. അതും കണക്കിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി വന്നാൽ അന്നത്തെ ദിവസം ഉമ്മ അതും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമെന്നറിയാവുന്നത് കൊണ്ട് അവൾ പാകത്തിന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ചിലപ്പോൾ അവർ കഴിച്ചു കഴിഞ്ഞാൽ അവൾക്കുള്ളത് തികയില്ല.
എന്നാൽ ഒരു പരാതിയുമില്ലാതെ അവളത് പൊരുത്തപ്പെടും. ഷാനി പാത്രത്തിൽ നോക്കിയപ്പോൾ അവൾക്ക് കഴിക്കാനുള്ളത് മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. അവൾ അതിലുള്ള ഇടിയപ്പവും ബാക്കിയുള്ള കറിയും കൂടി മേശപ്പുറത്തേക്ക് വെച്ചു. അല്ല, ഇതെന്താ ആകെ ഇതുള്ളൂ കഴിക്കാനേ? ബാക്കിയൊക്കെ ഈ കഴിച്ചു തീർത്തോ? അതോ എനിക്ക് കഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടോ? മേശയിലേക്ക് കൊടുന്നു വെച്ച് പാത്രം തുറന്ന് നോക്കിക്കൊണ്ട് ഉമ്മ ചോദിച്ചു. ഇല്ലമ്മ, ഇതല്ലേ ബാക്കിയുള്ളൂ. ബാക്കി അത്രയും ഉണ്ടാകുള്ളൂ എന്നറിഞ്ഞിട്ടും ഇതൊക്കെ പറയുന്നത് അവളെ വേദനിപ്പിക്കുകയാണെന്നറിയാം. എന്നാലേ ഈ കുറച്ച് ദോശ വേഗം ചുട്ടു കൊടുക്കുക. ഇത് നിങ്ങൾ കഴിക്കേ, അപ്പോഴൊക്കെ ഓൾ ഉണ്ടാക്കി കൊണ്ടുവരും. ആദ്യം ഷാനിയോടും പിന്നെ മക്കളോടുമായി അവർ പറഞ്ഞു. ഷാനി പറഞ്ഞതുപോലെ അവർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി. രാവിലത്തെ ഒരു കാലിച്ചായ അല്ലാതെ വേറൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. ഈ കഴിച്ചോ എന്നോ അല്ലെങ്കിൽ കഴിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്നോ ഒന്നും അവരെ ഭാഗത്തു നിന്നും കേൾക്കില്ല. എന്നാലും രാവിലെ എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്ത് ക്ഷീണിച്ചു നിൽക്കുന്നതല്ലേ എന്ന നിലയ്ക്ക് ഒരു മാനുഷിക പരിഗണയെങ്കിലും തന്നൂടെ? അല്ലെങ്കിലും അത് അവരെ മക്കളും ഞാൻ പുറത്തു നിന്ന് വന്നവളാണല്ലോ. ഓരോ ചിന്തകളും മനസ്സിൽ വന്ന് തൻ്റെ പണികൾ ചെയ്യുമ്പോഴും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അവർക്ക് കഴിക്കാൻ കൊണ്ടുവച്ചിട്ട് 2 ദിവസവുമായി ഷാനി അടുക്കള സ്ലാബിലേക്ക് കയറിയിരുന്നു. കഴിക്കാൻ തുടങ്ങുമ്പോഴും ഓരോ ആവശ്യങ്ങൾക്കായി അവളെ വിളിച്ചുകൊണ്ടേയിരുന്നു. അതൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു തീർത്തു. അപ്പോഴേക്കും അടുക്കളയിൽ കുന്നുപോലെ കഴുകാനുള്ള പാത്രങ്ങളും നിറഞ്ഞിരുന്നു. സാധാരണയുള്ള പണികളിലല്ലാതെ സാഹചര്യം സാധ്യതയും വന്നാലുള്ള ദിവസങ്ങളിൽ അവൾക്ക് നിന്ന് തിരിയാൻ പോലും സമയം കിട്ടാറില്ല. പണിയെടുത്ത് അവശയാകും. പേരിൽ ആരെങ്കിലും അടുക്കളയിൽ സഹായിച്ചാലായി, അത്രമാത്രം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും പ്രതികരിക്കാനുള്ള കഴിവ് പോലുമില്ലാതെ നരക ജീവിതം ജീവിച്ചു തീർക്കുന്നവരിൽ ഒരാളായി ഇപ്പോൾ ഷാനിയും മാറി. അല്ല, ജീവിതം അവളെ മാറ്റിക്കഴിഞ്ഞു. അല്ലമ്മ, ഓൾക്ക് ഡേറ്റ് എങ്ങാനും തെറ്റിയിട്ടുണ്ടാ? എന്തെങ്കിലും പറഞ്ഞാ? ഷാനി അടുക്കളയിലാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സാജിദ ഉമ്മയോട് ചോദിച്ചു. 3 കൂടി റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഏയ്, അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചതടി? ഉമ്മ സംശയത്തോടെ സാജിദയെ നോക്കി. അല്ലേ, ഓളെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ക്ഷീണം പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, അതെനിക്കും തോന്നി, സാജിദയെ പിന്തുണച്ച് സാഹറയും പറഞ്ഞു. അത് ഡേറ്റ് തെറ്റിയിട്ടൊന്നും ആവില്ല, നിങ്ങൾക്ക് തോന്നിയതാ. കുട്ടികളൊന്നും പെട്ടെന്നാവണ്ടെന്ന് അവനോട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല. ഉമ്മ അവർ 2 നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. അപ്പോഴും അവരുടെ കണ്ണുകൾ ഇടയ്ക്ക് വാതിൽക്കലേക്ക് നീളുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അവർ സ്വകാര്യ കാര്യങ്ങളല്ലേ ഉമ്മ, ഒന്നും ഉറപ്പൊന്നും പറയാൻ പറ്റൂല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിച്ച് മാത്രമേ എൻ്റെ മോനെ ശീലമുള്ളൂ, അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. പിന്നെ ഈ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ തീരാതെ കുട്ടികളൊക്കെ ആയാലേ സമാധാനം കിട്ടില്ല എന്ന് കൂടി പറഞ്ഞപ്പോൾ ഓനത് ശരിയാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഒരു കുട്ടിയായ പിന്നെ കുട്ടിയോടും അതിൻ്റെ തള്ളിയോടൊക്കെ ആവും സ്നേഹം കരുതലും കൊണ്ട്. പിന്നെ അവനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറക്കും, പിന്നെ നമ്മുടെ വഴിക്ക് കിട്ടാതാവും. അതുകൊണ്ടാണ് നിങ്ങളോടും കൂടി അതിനെക്കുറിച്ച് തഞ്ചത്തിൽ പറയാൻ ഞാൻ പറഞ്ഞത്. ഉമ്മ കാര്യഗൗരവത്തോടെ തന്നെ എല്ലാവരോടും പറഞ്ഞു. സ്വർണത്തിൻ്റെ കാര്യമൊന്നും അവൾ അറിഞ്ഞിട്ടില്ലല്ലോ ഉമ്മ? ഇല്ല, ഒരു ദിവസം ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ, അന്ന് സമുദ്രനോട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴേ ഓൻ്റെ അടുത്ത് നിന്ന് അവൾക്ക് അത്യാവശ്യം വഴക്ക് കേട്ടു. അതിന് പിന്നെ ഒന്നും ചോദിച്ചു വന്നിട്ടില്ല. ഉമ്മയുടെയും മക്കളുടെയും സംസാരം തുടർന്ന് കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും അറിയാതെ ഒരുവൾ അടുക്കളയിൽ നടുനിവർത്താൻ സമയമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. പറഞ്ഞ പോലെ തന്നെ സമത് ഷോപ്പിൽ നിന്ന് നേരത്തെ വന്നു ഫ്രഷായി പെങ്ങന്മാരോടും മക്കളോടൊപ്പം കൂടി. അവരുടെ കളിയും ചിരിയും സംസാരമൊക്കെ ഹാളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിലൊന്നും പെടാതെ ഷാനി ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. അവളെ അവർക്കൊപ്പം വിളിച്ചിരുത്താനോ കൂടെ കൂട്ടാനോ ആരും ശ്രമിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ അവൾ കണ്ടറിഞ്ഞ് മാറി നിൽക്കലാണ് പതിവ്. എങ്കിലും അവളുടെ നോട്ടം അവയിലേക്ക് തന്നെയാണ്. തന്നോടൊന്ന് നേരെ മിണ്ടാത്ത, കുറച്ച് സമയം പോലും കൂടെ ഇരിക്കാത്ത ഭർത്താവ് സ്വന്തം കൂടപ്പിറപ്പുകൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ നോവ് ഉണ്ടെങ്കിലും തന്നേക്കാൾ മുന്നേ കാണുന്നത് അവരെയല്ലേ. 2 മാസത്തെ പരിചയം പോലെയല്ലല്ലോ ജനിച്ചതു മുതൽ കാണുന്നവരുമായി ഉണ്ടാകുന്നതെന്നൊക്കെയുള്ള ചിന്തകളിൽ അവൾ ആശ്വാസം കണ്ടെത്തി. ഭക്ഷണം വിളമ്പിക്കൂ എന്ന ഉമ്മാൻ്റെ ആജ്ഞയിൽ ചിന്തകളിൽ നിന്നുമ്പോൾ പെട്ടെന്ന് നെട്ടി. പിന്നെ അടുക്കളയിലേക്ക് ചെന്ന് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ച് മേശയിലേക്ക് കൊടുന്നു വെച്ചു. എല്ലാം എടുത്തു വെച്ചപ്പോഴേക്കും കൈ കഴുകി ഓരോരുത്തരായി കഴിക്കാനിരുന്നു. അവരൊക്കെ കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഷാനി കഴിക്കാനിരിക്കുന്നത്.
അവൾ കഴിച്ചു തീരുമ്പോഴേക്കും എല്ലാവരും കഴിച്ചു കഴിഞ്ഞു പോയിരുന്നു. ഷാനി മേശയിലിരിക്കുന്ന എച്ചിൽ പാത്രങ്ങളിലേക്കൊക്കെ നോക്കി. ഒന്നും വെച്ചുണ്ടാക്കാനോ കൂടുന്നില്ല, കഴിച്ച പാത്രങ്ങളെങ്കിലും കഴുകി വെച്ചൂടെ എന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും പുറത്തേക്കൊന്നും പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. നടുവിന് വേദന സഹിക്കാനാവാതെ വന്നെങ്കിലും അവസാന പാത്രവും അവൾ കഴുകി വെച്ചു. ആ സമയം വേദന കൊണ്ടോ സങ്കടം കൊണ്ടോ എന്നറിയാതെ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നിരുന്നു. പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും കഴിയാതെ അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. ശബ്ദമില്ലാതെ തേങ്ങിക്കരിഞ്ഞവൾ സിങ്കിലെ പൈപ്പ് തുറന്ന് മുഖം കുറേ തവണ കഴുകി. കരിഞ്ഞതറിയാതിരിക്കാൻ മുഖമൊക്കെ കഴുകി തുടച്ചിട്ടാണ് റൂമിലേക്ക് നടന്നത്. കരിഞ്ഞതിനെ പറ്റിയെങ്ങാനും സമ്മത ചോദിച്ചാൽ ഉത്തരം പറയാൻ ഒന്നുമില്ല. വെറുതെ കരയുന്നത് അവനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിൽ നല്ല വഴക്കും കേൾക്കും. അതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ റൂമിൻ്റെ വാതിലോരം എത്തും വരെ അവൾ മുഖം തുടച്ചുകൊണ്ടേയിരുന്നു. റൂമിൽ കയറി കബോർഡിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്തവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. സമ്മത അന്നേരം ഫോണിൽ നോക്കി ബെഡിൽ കിടക്കുകയായിരുന്നു. ഷാനി തൻ്റെ ഫോണെടുത്ത് അലാറം വെച്ചുകൊണ്ട് വാട്സാപ്പൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് ഫോൺ എടുത്തു വെക്കുമ്പോഴാണ് ഹിമ കോളേജ് തുറക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞത് ഓർമ്മ വന്നത്. അവൾ ബെഡിൽ കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് അവനടുത്തായി വന്നിരുന്നു. ഇക്ക. ഷാനിയുടെ വിളി കേട്ടപ്പോൾ കിടത്തലത്ത് തന്നെ സമ്മത അവളെ തിരിഞ്ഞു നോക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവളത് പറഞ്ഞപ്പോൾ അവൻ ഫോൺ മാറ്റിവെച്ച് അവളെ കേൾക്കാനെന്ന നിലയിൽ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. അടുത്ത ആഴ്ചയിൽ എൻ്റെ കോളേജ് തുറക്കാണ്. അവൻ്റെ ഭാഗത്തു നിന്നും എതിർപ്പെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയത്തോടെയാണെങ്കിലും അവൾ ചോദിച്ചു. ആ, അതിനെന്തേ? എനിക്ക് ക്ലാസ്സിൽ പോവാൻ. നിസ്സാരമട്ടിൽ കാര്യം ചോദിച്ചവനോട് അവൾ മറുപടി പറഞ്ഞു. നിനക്ക് വേറെ പണിയൊന്നുമില്ല ഷാനി, ഇനിയിപ്പോൾ പഠിക്കാനൊക്കെ പോകണമെന്ന് എന്തിനാ? അവനെങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് സങ്കടമായെങ്കിലും മയത്തിലുള്ള അവൻ്റെ സംസാരത്തിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതം വാങ്ങിക്കാമെന്ന പ്രതീക്ഷ അവളിൽ ഉടലെടുത്തു. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഇക്ക പഠിക്കാൻ പോയിക്കോളം പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ 2 വർഷം ഇനിയും അതിന് നടക്കണ്ടേ? അതിനൊക്കെ ബുദ്ധിമുട്ടാ. ഇഷ്ടക്കോടോടെ തന്നെ അവൻ വീണ്ടും പറഞ്ഞു. എനിക്ക് ഫാഷൻ ഡിസൈൻ പഠിക്കാനുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ അതിന് പോട്ടെ, അതൊരു വർഷത്തെ കോഴ്സല്ലേ ഉള്ളൂ. അതുവരെ ഞാൻ ഡിഗ്രി കൂടി പോകുള്ളൂ. ഞങ്ങളുടെ കോളേജിനടുത്തായി തന്നെയാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡിഗ്രി ക്ലാസ് കഴിഞ്ഞ് ഞാൻ 1 മണിക്കൂർ ആ ക്ലാസ്സിലിരിക്കാം. പിന്നെ ലാസ്റ്റ് ഇയർ ഇവിടെ വീട്ടിലിരുന്ന് പഠിച്ച് എക്സാമിന് മാത്രം പോയിക്കൊണ്ട്. പ്ലീസ് ഇക്ക, പ്ലീസ്. കിടക്കാൻ സമയമായതുകൊണ്ട് തന്നെ അവൻ്റെ മൂഡ് നല്ലതാകുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കൈകളിൽ പിടിച്ചവൾ ഒരു അപേക്ഷ കണിക്കെ പറഞ്ഞു. ഈ ഉമ്മാനോട് ചോദിച്ചോ? ഒരു നിമിഷം ചിന്തിച്ച ശേഷമാണ് അവൻ അത് പറഞ്ഞത്. ഇല്ല, ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഉമ്മാനോട് ഇതൊന്നും പറയാനുള്ള ധൈര്യം അവൾക്കില്ലാത്തത് കൊണ്ടാണ് അവരോടൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ ഇവനോട് ആദ്യം പറഞ്ഞത്. സമ്മത കാര്യം ഉമ്മാനോട് പറഞ്ഞോളും എന്നുള്ളത് അവൾക്കറിയാമായിരുന്നു. ആ, ഞാനേ ഉമ്മാനോട് വിവരം പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇപ്പോൾ ആ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് വന്ന് കിടക്ക്. അവൻ്റെ ഭാഗത്തു നിന്നും അത്രയും കേട്ടപ്പോൾ തന്നെ അവൾക്ക് സമാധാനമായിരുന്നു. ലൈറ്റ് ഓഫാക്കി വന്ന് കിടന്നപ്പോൾ സമ്മത അവളിലേക്ക് അടുത്തു വന്നു. ഇന്നത്തെ പണികളുടെ ക്ഷീണം വല്ലാതെ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്നും പഠിക്കാൻ പോകുന്നതിന് എതിർപ്പ് വരാത്തത് കൊണ്ട് ക്ഷീണം ഒക്കെ മറച്ചു വെച്ച് അവൾ അവനെ വിധേയമായി കിടന്നുകൊടുത്തു. രാവിലെ അടുക്കളയിലെ തിരക്കിട്ട പണികൾക്കിടയിൽ ഉമ്മയുടെ കടുപ്പമേറിയ സ്വരം പെട്ടെന്ന് കേട്ടപ്പോൾ കഴുകാനെടുത്ത ഷാനിയുടെ കയ്യിലെ പാത്രം നിലത്തേക്ക് വീണിരുന്നു. എൻ്റെ മോനെ പറഞ്ഞേ മഴയ്ക്ക് എന്തെങ്കിലും കാര്യം നടത്താമെന്ന് എങ്ങാനും ഈ വിചാരിച്ചിട്ടുണ്ടോടി? ഷാനിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഗൗരവത്തോടെ തന്നെ ഉമ്മ ചോദിച്ചു. അവർക്ക് പിറകിലായി സാഹിറയും സാജിദയും അങ്ങോട്ട് വന്നു. എന്താ ഉമ്മ? ഷാനിക്ക് അവരെന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ല. അവരുടെ നോട്ടം കണ്ട് പേടിയോടെയാണ് അവൾ കാര്യം ചോദിച്ചത്. ഓ പിന്നെ ഒന്നും അറിയാത്ത പോലെ എൻ്റെ മുന്നിൽ വല്ലാണ്ട് അഭിനയിക്കില്ലട്ടേ. എനിക്ക് കോളേജിൽ പോകണമെന്നും ക്ലാസ് തുടങ്ങാറായെന്നൊക്കെ ഈ എന്നോട് ആദ്യം പറയാതെ അവനെക്കൊണ്ട് പറയിപ്പിച്ചത് എന്ത് കണ്ടിട്ടാ? അവരത് ചോദിച്ചപ്പോഴാണ് ഷാനിക്ക് സമ്മത കാര്യം അവരോട് പറഞ്ഞെന്ന് മനസ്സിലായത്. അവൾ 3 പേരെയും മാറി മാറി നോക്കി. ഉമ്മ ഗൗരവത്തോടെ അവളെ നോക്കി നിൽക്കുകയാണെങ്കിൽ സാഹിറയുടെയും സാജിദയുടെയും മുഖത്ത് നിറയെ പുച്ഛഭാവമാണ്.
ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഉമ്മ. സമ്മതിക്കാനോട് സമ്മതം ചോദിച്ചിട്ട് ഉമ്മാനോട് പറയാമെന്ന് വിചാരിച്ചാടാ ഞാൻ. ഷാന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് പേടിയോടെയാണ് അത് പറഞ്ഞത്. അവൻ്റെ ഇല്ലടി, ആദ്യം എൻ്റെ സമ്മതം വേണം എന്തിനായാലും. ഞാൻ പറയണത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് ഈ അവനെ വെച്ച് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാമെന്ന് മനസ്സിൽ ധരിച്ചിട്ടുണ്ടെങ്കിലേ അതൊന്ന് മാറ്റിയേക്കേ. ഞാൻ അങ്ങനെയൊന്നും ഉമ്മ വിചാരിച്ചിട്ടില്ല. ഷാനിക്ക് സങ്കടം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടില്ലായിരുന്നു. ഓ പിന്നെ ഈ വല്ലാണ്ട് അഭിനയിക്കാൻ നിൽക്കണ്ടട്ടാ. പിന്നെ പഠിക്കാൻ പോണ കാര്യമൊക്കെ തൽക്കാലമാണ് മറന്നേക്ക്. അന്ന് ഇങ്ങോട്ട് കെട്ടി എന്നുള്ളിച്ച് കൊടുന്നതേ എൻ്റെ ഇഷ്ടത്തിന് വെൽസാൻ നടക്കാനല്ല. ഞങ്ങൾ പറയുന്നത് കേട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കാനാ. അതിനിടയിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ തന്നെ അവന് അത്യാവശ്യം ചിലവുകളുണ്ട്. ഇനിയിപ്പോൾ അന്നെ പഠിപ്പിക്കാൻ വിട്ട് എൻ്റെ മോൻ്റെ പൈസ ചിലവാക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് മാത്രമൊന്നും കുടുംബത്തിൽ നിന്നും തന്നു വിട്ടിട്ടില്ലല്ലോ. ഉമ്മയുടെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെയായിരുന്നു. വിവാഹത്തിന് മുന്നേ എന്തൊക്കെ പറഞ്ഞതായിരുന്നു, ഇപ്പോൾ എല്ലാം വെറും വാക്കുകളായി. കല്യാണത്തിന് മുന്നേ പറഞ്ഞിരുന്നല്ലോ പഠിക്കാൻ പോയിക്കോളാൻ. അതാ ഞാൻ ഇക്കാനോട് ചോദിച്ചത്. എത്ര അടക്കി നിർത്താൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. തേങ്ങലൂടെ അവൾ ദയനീയമായി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി. ആ, അന്നെങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഈ 2 പെമ്മക്കളോടും കല്യാണം കഴിഞ്ഞ് പഠിപ്പിച്ചോളാം അവരെ വീട്ടുകാർ പറഞ്ഞിട്ട് പോലും ഇവരതിനൊന്നും പോയില്ല. ഓരിക്കറിയാം കെട്ടിച്ചു വിട്ടാലേ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് പഠിക്കാനും മറ്റും പോവല്ല വേണ്ടതെന്ന്. നല്ല കുടുംബത്തിൽ പറഞ്ഞ മക്കളൊക്കെ എങ്ങനെയാണ്? ഉമ്മ അത് പറഞ്ഞപ്പോൾ ഷാനിക്ക് ആശ്ചര്യം തോന്നി. 2 മക്കളും ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളെ നോക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് വേറെ താമസമാക്കിയതാണ്. അങ്ങനെയുള്ളവരെ വെച്ചാണ് തന്നെ താരതമ്യം ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ അവരോട് അവൾക്ക് പുച്ഛം തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് പോയിക്കോളാം ഉമ്മ. അവസാന പ്രതീക്ഷ എന്ന പോലെ അവൾ അവരെ നോക്കി പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ തീരുമാനത്തിൽ മാറ്റൊന്നും വരില്ലേ? ഇനിയിപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ആരെങ്കിലും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടോടി? അല്ല, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. അവരുടെ അതിരിവിട്ട സംസാരം കേട്ടതും നെട്ടലോടെ അവരെ 3 പേരെയും ഒരു നോട്ടം കൊണ്ട് നോക്കിക്കൊണ്ട് ഇനിയൊന്നും പറയാനാവില്ലെന്ന പോലെ തിരിഞ്ഞു നിന്നവൾ ഷാളിൻ്റെ തല കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞുപോയി. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ മോനെ ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ലോ അവളൊരു പഠിക്കാൻ പോക്ക്. അല്ലെങ്കിൽ തന്നെ ഇവൾ പഠിച്ച് വലിയ കളക്ടറായിട്ട് വേണമല്ലോ ഇവിടുത്തെ അടുപ്പ് പുകയാനേ. ഉമ്മ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയപ്പോൾ സാഹിറയും സാജിദയും അവരെ കൂടെ പോയി. ഷാനിക്ക് എത്ര അടക്കാൻ ശ്രമിച്ചിട്ടും സങ്കടം സഹിക്കുന്നില്ലായിരുന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ കാഴ്ചയെ മറക്കുമ്പോൾ അവൾ മുഖം തുടക്കും. എന്നാലും വീണ്ടും വീണ്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. ബാക്കി പണികൾ ചെറുത് തീർക്കുമ്പോഴും ഒക്കെ അവളിൽ ഒരു തേങ്ങൽ ഉണ്ടായിരുന്നു. ഫോണിൻ്റെ ശബ്ദം ഒരു നിമിഷം അവളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റി. സ്ക്രീനിൽ ഉപ്പ എന്ന് കണ്ടപ്പോൾ ഷാനിക്ക് ആകെ പരിഭ്രമമായി. വീഡിയോ കോൾ ആയതുകൊണ്ട് തന്നെ കരഞ്ഞത് വേഗം മനസ്സിലാവും. ഷാനി സിങ്കിലെ പൈപ്പിൽ നിന്നും മുഖം നന്നായി കഴുകി ഷാൾ കൊണ്ട് തുടച്ചു. ശേഷം ഫോണുമായി റൂമിലേക്ക് പോകാൻ വേണ്ടി ഹാളിൽ വന്നുകൊണ്ട് അവിടെ ഉമ്മ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കി. എല്ലാവരും മുറ്റത്താണെന്ന് കാണെ അല്പം ആശ്വാസത്തോടെ അവൾ റൂമിലേക്ക് പോയി. ആ സമയം കോൾ കട്ടായിരുന്നു. വീണ്ടും ഫോൺ ബെല്ലടിച്ചപ്പോൾ റൂമിലേക്ക് കടന്നുകൊണ്ട് അവൾ കോൾ എടുത്തു. എന്താ മോളെ ഫോൺ എടുക്കാൻ? ഞാൻ തിരക്കിലായിരുന്നു. അല്ലപ്പാ, ഞാനേ ഫോണ് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കായിരുന്നു. ബെല്ലടിച്ചത് കേട്ടില്ല. ഫോൺ എടുത്തപാടെ ഷംസ് ചോദിച്ചപ്പോൾ അടഞ്ഞ ശബ്ദം അറിയാത്തതുപോലെ അവൾ മറുപടിയും നൽകി. ഒപ്പം മുഖം ശരിക്കും സ്ക്രീനിൽ കാണിക്കാതെ ഓരോ പണികളിൽ മുഴുകിക്കൊണ്ട് നിൽക്കും പോലെ അഭിനയിച്ചു. കണ്ണെത്താ ദൂരത്ത് കിടന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. തൻ്റെ സങ്കടങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് ആളെ ടെൻഷനാക്കാൻ അവൾക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ഉപ്പാനോട് പറയാൻ അവൾ നിന്നില്ല. ഷംസ് ചോദിക്കുന്നതിനൊക്കെ അവൾ മറുപടി കൊടുത്തു. സമ്മതി ഇന്ന് ഷോപ്പിലേക്ക് പോയിട്ടില്ലല്ലോ? അവിടെ ഇല്ലേ? ഇല്ല, ഇന്ന് സൺഡേ അല്ലേ. ഇപ്പോൾ ഇവിടെ ഇല്ല. രാവിലെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയതാ, വന്നിട്ടില്ല. അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കുമ്പോൾ തന്നെ താഴെ നിന്നും സമ്മതിൻ്റെ വണ്ടിയുടെ ശബ്ദം അവൾ കേട്ടു. ഷംസ് കോൾ കട്ടാക്കി പോയപ്പോൾ ഷാനി താഴേക്ക് പോവാതെ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് സമയത്തിന് ശേഷം സമ്മത് റൂമിലേക്ക് വന്നപ്പോൾ ഷാനി ബെഡിൽ നിന്നും എണീറ്റുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. ഇക്ക, ഇടറുന്ന ശബ്ദത്തോടെ അവനെ നോക്കി വിളിച്ചപ്പോൾ അവൻ എന്തൊരു ഭാവത്തോടെ അവളെ നോക്കി. ഉമ്മ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു എന്നോട്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവളിൽ നിന്നൊരു തേങ്ങൽ വന്നതോടൊപ്പം കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു. ആ, ഞാൻ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് താല്പര്യമില്ല.
ഉമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ഈ പഠിക്കാം എന്നും പറഞ്ഞു പോയാൽ ഉള്ളൊരു കാര്യമൊക്കെ നോക്കൽ ആരാ? പ്രായമായവരല്ലേ, അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ വേണ്ടേ നോക്കാൻ. ഇക്ക, ഞാൻ എല്ലാ പണിയും തീർത്തിട്ട് പോയിക്കോളാം ഇക്ക. കൊച്ചു കുട്ടികളെപ്പോലെ തേങ്ങലോടെ പ്രതീക്ഷയോടെ അവൾ വീടിന് ചോദിച്ചു. എനിക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ ഷാനി? ഈ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ കിടന്നു മോങ്ങാൻ. പഠിക്കാൻ പോയില്ലെന്ന് വെച്ച് എന്തെങ്കിലും സംഭവിക്കോ? ഈ കാര്യം പറഞ്ഞതിന് എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്കൊരു കാര്യം പിന്നെ പറയേണ്ടത് തീരെ ഇഷ്ടമല്ല. വളരെ കടുപ്പത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറ്റി അവൻ താഴേക്ക് പോയപ്പോൾ തളർച്ചയോടെ ഷാനി ബെഡിലേക്കിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.